വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച CBI. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAE റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ലഭിച്ച തുകയിൽ 4 കോടി രൂപ പ്രതികൾ തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ ഉൾപ്പെട്ടിട്ടില്ല. കേരളത്തിൽ വലിയ കോളക്കമുണ്ടാക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച വിവരം പുറത്തുവന്നത്. ചട്ടങ്ങൾ മറികടന്ന് വിദേശ സംഭാവന സ്വീകരിച്ചെന്നും ടെൻഡർ ഇല്ലാതെ യുണിടാക് എന്ന സ്ഥാപനത്തിന് നിർമ്മാണ കരാർ നൽകിയത് അഴിമതിയുണ്ടെന്നുമായിരുന്നു പരാതി. ഈ പരാതിയിൽ അന്വേഷണം നടത്തിയാണ് CBI ആദ്യഘട്ട കുറ്റപത്രം എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ചത്. UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റുമായി ലൈഫ് മിഷൻ ഒപ്പുവെച്ചത് പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 കോടി പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് CBI കണ്ടെത്തൽ. പുറമെ യുണിടാക് ഉടമയായ സന്തോഷ് ഈപ്പൻ 5 കോടി കൈക്കലാക്കിയിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സന്തോഷ് ഈപ്പനെ 1-ാം പ്രതിയാക്കിയാണ് CBI ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. സന്തോഷ് ഈപ്പന്റെ കമ്പനിയായ സെയിന്റ് വെഞ്ചേഴ്സ് 2-ാം പ്രതിയും ലൈഫ് മിഷൻ 3-ാം പ്രതിയുമാണ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സന്ദീപ് വാര്യർ, സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവരാണ് മറ്റ് പ്രതികൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ കേസിൽ 7-ാം പ്രതിയാണെങ്കിലും ആദ്യ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. M. ശിവശങ്കറിനെയും ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസിനെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ശിവശങ്കർ അടക്കമുള്ള കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തി CBI പിന്നീട് അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കും. റിപ്പോർട്ടർ, കൊച്ചി.